ആദർശത്തിൽ കടുംപിടുത്തമുള്ളത് കൊണ്ടാണ് അഭിപ്രായ ഭേദത്തിന് സാധ്യതയുള്ള കാര്യങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി വിശാലത കാണിക്കുന്നത്. രണ്ടാമത്തെ തെറ്റിദ്ധാരണ, ജമാഅത്തെ ഇസ്ലാമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്ന വിഷയത്തിൽ ലാഘവത്വം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ചോദ്യത്തിന്റെ അർത്ഥം അതാണ്. അതിനെക്കുറിച്ച് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ വിശ്വാസം എത്ര ചെറിയ കാര്യത്തിലാണെങ്കിലും, എത്ര ശാഖാപരമായ കാര്യത്തിലാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക തന്നെയാണ് നാം പിന്തുടരേണ്ടത്. യാതൊരു അർത്ഥശങ്കക്കും ഇടയില്ലാത്ത വിധം അത്തഹിയ്യാത്തിൽ വിരലിളക്കിക്കൊണ്ടേയിരിക്കണം എന്ന് തെളിയുന്നുവെങ്കിൽ, വേറൊരഭിപ്രായ ഭേദങ്ങളും മുസ്ലിങ്ങൾക്കിടയിലോ സഹാബികൾക്കിടയിലോ ഇല്ല എങ്കിൽ അതങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാൽ തുടക്കം മുതലേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും എല്ലാ വിഭാഗങ്ങൾക്കും പറഞ്ഞു നിൽക്കാൻ മാത്രം തെളിവുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ വിശാലത കാണിച്ചുകൊണ്ട് അസ്ലിലേക്ക് മടങ്ങലാണ്, ആദർശത്തിൽ ഉറപ്പു പുലർത്തലാണ് മുസ്ലിങ്ങൾക്ക് അഭികാമ്യം, മുസ്ലിം പ്രസ്ഥാനങ്ങൾക്ക് അഭികാമ്യം എന്നാണ് ജമാഅത്തെ ഇസ്ലാമി സിദ്ധാന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, മുസ്ലിം സമുദായത്തിനകത്തെ ഇസ്ലാഹ് എന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യമാണ്. പക്ഷെ ഇസ്ലാഹ് എന്ത് എന്ന വിഷയത്തിൽ അതിന് അതിൻ്റെതായ കാഴ്ചപ്പാടുണ്ട്, ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിത്തറയിൽ നിന്നുകൊണ്ട്. പലപ്പോഴും നമുക്കിതിൽ മുൻഗണനാക്രമങ്ങൾ തെറ്റിപ്പോകുന്നുണ്ട്. മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭേദമില്ലാത്ത ഒരുപാട് ഫിഖ്ഹ് കാര്യങ്ങളുണ്ട്. ഇതിലാർക്കും ഒരു പ്രശ്നവുമില്ല. സുജൂദിൽ എവിടെ കൈവെക്കണം, എവിടെ കാൽ വെക്കണം, എവിടെ നെറ്റി വെക്കണം, കൈ മുട്ടെങ്ങനെ ഇരിക്കണം എന്നതിലൊക്കെ നിയമങ്ങളുണ്ട്. അഭിപ്രായ വ്യത്യാസമില്ലാത്ത നിയമങ്ങൾ. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചിലയിടത്ത് പ്രത്യേക നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ വിഷയത്തിൽ ആരും ഒരു കൃത്യത കാണിക്കുന്നില്ല. അത് ആളുകളെ പഠിപ്പിക്കുവാൻ മുതിരുന്നില്ല. ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് ആദർശത്തിന്റെ മൂർഖരൂപമായി അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു വൈപരീത്യമാണ്. ആ വൈപരീത്യം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തെ ഇസ്ലാമിയിൽ ഉണ്ടായിട്ടില്ല. അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും രക്ഷിച്ചെടുക്കുക മാത്രമല്ല ഇസ്ലാഹി പ്രവർത്തനം. അവരെ ഭൗതികമായും സാമ്പത്തികമായും സാംസ്കാരികമായും വളർത്തിയെടുക്കുക എന്നതും ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ്. മുസ്ലിം സമൂഹത്തെ വളർത്തിയെടുത്ത് അവരെ പൊതുവിധാനത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള പരിശ്രമത്തെ ജമാഅത്തെ ഇസ്ലാമി ഒരു സാമുദായിക പ്രവർത്തനമായി കാണുന്നില്ല. യഥാർത്ഥത്തിൽ അതൊരു ദേശീയ പ്രവർത്തനം തന്നെയാണ്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കൂടി വന്നതോടുകൂടി മുസ്ലിം സമൂഹം അങ്ങേ അറ്റത്തെ പരിതോവസ്ഥയിലാണ് എന്ന് സമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിച്ചെടുത്ത് ഇന്ത്യയിലെ പൊതുസമൂഹത്തിന്റെ പൊതുവിധാനത്തേക്കെങ്കിലും സാംസ്കാരികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും അവരെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് മുസ്ലിം സമൂഹത്തിനകത്ത് ജമാഅത്തെ ഇസ്ലാമി ചെയ്യാൻ ലക്ഷ്യവെച്ചിട്ടുള്ള പ്രവർത്തനം തന്നെയാണ്. മാത്രമല്ല, ഇസ്ലാമിനെ പ്രതിനിധീകരിക്കാനുള്ള ഒരു കരുത്ത്, ആദർശപരവും വൈജ്ഞാനികവും കർമ്മപരവും ബുദ്ധിപരവും സാംസ്കാരികവുമായ ഒരു കരുത്ത് ഇസ്ലാമിക സമൂഹത്തിന് നൽകുക എന്നുള്ളത്, അഥവാ പ്രബോധക പ്രസ്ഥാനമായി ഇസ്ലാമിക സമൂഹത്തെ മാറ്റിയെടുക്കുക എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിങ്ങൾക്കിടയിൽ നടത്തുന്ന പ്രവർത്തനമാണ്. ഒന്നാമത് ജമാഅത്തിനകത്ത് നടത്തുന്ന പ്രവർത്തനം, രണ്ടാമത് ജമാഅത്ത് മുസ്ലിങ്ങളിൽ നടത്തുന്ന പ്രവർത്തനം, മൂന്നാമതായി ഇതര മനുഷ്യ സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ്. ഇതര മനുഷ്യ സമൂഹങ്ങളുമായി ജമാഅത്ത് എന്ത് പ്രവർത്തനമാണ് നടത്തുന്നത്? ജമാഅത്തെ ഇസ്ലാമി ഈ നാട്ടിലെ ഹൈന്ദവ ക്രൈസ്തവ സമൂഹങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു.
ജമാഅത്ത് അതിൻ്റെ അനുയായികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം ഒരു പ്രവർത്തകന് ചുരുങ്ങിയത് 2 അമുസ്ലിം കുടുംബങ്ങളുമായിട്ടെങ്കിലും സൗഹൃദ ബന്ധം പുലർത്തിയെടുക്കണം എന്നുള്ളതാണ്. സൗഹൃദം, കേവലമായ സൗഹൃദം. ഇത് ജമാഅത്തെ ഇസ്ലാമി ഇതര മനുഷ്യ സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. 10,000-ഓളം വരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഉറച്ച പ്രവർത്തകർ കേരളത്തിലെ 20,000 കുടുംബങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ കേരളത്തിൽ വർഗീയ കലാപത്തെ ദൂരത്തേക്ക് ഓടിച്ചു കളയാൻ അത് എത്രത്തോളം സഹായകമായി തീരും എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. ഓണത്തിന്റെ സന്ദർഭത്തിലും ക്രിസ്മസിന്റെ സന്ദർഭങ്ങളിലും ഒക്കെ തന്നെ പലതരത്തിലുള്ള സൗഹൃദ പരിപാടികളും ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിക്കാറുണ്ട്. ഹൈന്ദവ വീടുകളിലും ക്രൈസ്തവ വീടുകളിലും ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ കയറി ചെല്ലാറുണ്ട്. ഹൈന്ദവരെയും ക്രൈസ്തവരെയും വീടുകളിലേക്ക് ക്ഷണിക്കാറുണ്ട്. അവരുടെ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. പള്ളികളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അവരെ വിളിച്ചു വരുത്താറുണ്ട്. അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാറുണ്ട്, അവരോട് സംസാരിക്കാറുണ്ട്. മതസമൂഹങ്ങളും മതേതര സമൂഹങ്ങളുമായി ഉള്ള ചടുലമായ സംവാദങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനത്തിന്റെ രണ്ടാമത്തെ വശമാണ്. ഒരു ഭാഗത്ത് സൗഹൃദം, അതോടൊപ്പം തന്നെ സംവാദം. എന്തിനാണ് സംവാദം? സംവാദം ഇസ്ലാം എന്ത് എന്ന് നമ്മുടെ സഹോദര സമുദായങ്ങളായ ആളുകൾക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സംവാദം. അള്ളാഹുവിന്റെ റസൂൽ നമ്മോട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഏത് സമൂഹത്തിലാണെങ്കിലും ആ സമൂഹത്തിൽ ദീനുൽ ഇസ്ലാമിന്റെ സാക്ഷികളായി എഴുന്നേറ്റു നിൽക്കണം. പ്രവർത്തനത്തിലൂടെ, വർത്തമാനങ്ങളിലൂടെ, നിങ്ങളുടെ പ്രബോധന കർമ്മങ്ങളിലൂടെ നിങ്ങൾ ഇസ്ലാമിന്റെ സാക്ഷികളായി സമൂഹത്തിന്റെ മുമ്പാകെ നിൽക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഇസ്ലാമിന്റെ തെളിമയാർന്ന ആശയങ്ങൾ ഇതര മനുഷ്യ സമൂഹങ്ങൾക്ക് കൈമാറാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി എല്ലാ വിഭാഗങ്ങളുടെ ഇടയിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൗഹൃദം ഉണ്ട്, ആ സൗഹൃദത്തോടൊപ്പം ഇങ്ങനെയുള്ള സംവാദങ്ങളുമുണ്ട്. പക്ഷേ ആ സംവാദങ്ങൾ സാമുദായിക ധ്രുവീകരണം ലക്ഷ്യം വെച്ച സംവാദങ്ങളല്ല. ആ സംവാദങ്ങൾ ഹൈന്ദവരെയോ ക്രൈസ്തവരെയോ പരാജയപ്പെടുത്തുവാനുള്ള സംവാദങ്ങളല്ല, മറിച്ച് അറിയാനും അറിയിക്കാനും വേണ്ടിയുള്ള സംവാദങ്ങൾ. ഏകപക്ഷീയമായി ഇസ്ലാമിനെ അങ്ങോട്ട് മാത്രം പറഞ്ഞു കൊടുക്കുന്ന സംവാദങ്ങളുമല്ല. ഹൈന്ദവ മതത്തെയും ക്രൈസ്തവ മതത്തെയും മറ്റു മതങ്ങളെയും ഇങ്ങോട്ട് പഠിപ്പിക്കുവാനുള്ള സംവാദങ്ങളുമുണ്ട്. അങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ വളർന്നു വരുന്നത്. ഹൈന്ദവ സന്യാസിമാരുമായി ജമാഅത്തെ ഇസ്ലാമിയുടെ ലീഡർഷിപ്പിന് അഗാധമായ ബന്ധങ്ങളുണ്ട്. അവരുമായി സംസാരിക്കാറുണ്ട്, അവരുടെ ആസ്ഥാനങ്ങളിൽ പോകാറുണ്ട്, അവരെ നമ്മുടെ ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്താറുണ്ട്. അവരും നമ്മളും തമ്മിൽ പ്രഭാഷണങ്ങൾ കൈമാറ്റം ചെയ്യുന്ന സംവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്ലാസുകൾ എടുക്കാറുണ്ട്. നമ്മുടെ പ്രബോധക പരിശീലന കേന്ദ്രങ്ങളിൽ അവരെ കൊണ്ടുവന്ന് ക്ലാസുകൾ എടുക്കാറുണ്ട്. ക്രൈസ്തവ സന്യാസിമാരുമായി ഞങ്ങൾക്കുള്ള ബന്ധം വളരെ അഗാധമാണ്. പല ക്രൈസ്തവ സെമിനാറുകളിലും ഞങ്ങൾ സ്ഥിരം പ്രഭാഷകരായി പോകാറുണ്ട്. അവിടെ വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള പാഠങ്ങൾ, ക്ലാസുകൾ എടുക്കാറുണ്ട്. പാതിരിമാരെ നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് വിളിച്ചു വരുത്താറുണ്ട്. എന്നിട്ട് അവരെ കൊണ്ട് ക്രൈസ്തവ മതത്തെക്കുറിച്ച് ക്ലാസുകൾ എടുപ്പിക്കാറുണ്ട്. പരസ്പരം അറിയാനും അടുക്കുവാനും ആദർശപരമായിട്ട് കൂടുതൽ യോജിക്കാവുന്ന കാര്യങ്ങൾ അടയാളപ്പെടുത്തി അതിൽ യോജിക്കാനും, വിയോജിക്കാവുന്ന കാര്യങ്ങൾ അടയാളപ്പെടുത്തി ആ വിയോജിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഴമുള്ള സംവാദങ്ങൾ നടത്തുവാനുമാണ് ഈ ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് ഷഹാദത്തെ ഹക്ക്, സത്യസാക്ഷ്യം എന്ന് പറയും. ഇതിന് ദഅവത്ത്, പ്രബോധനം എന്ന് പറയും. ഇതിന് തബ്ലീഗ്, ആശയങ്ങളുടെ കൈമാറ്റം, എത്തിക്കൽ എന്ന് പറയുന്നു. ഇത് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും വ്യാപകമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ജമാഅത്തെ ഇസ്ലാമി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാലാമതായി ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം ജനസേവന പ്രവർത്തനങ്ങളാണ്. ജനസേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് ആണ് ഞാൻ ഏറ്റവും കുറച്ച് ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്.
ജമാഅത്തിൻ്റെയും അതിൻ്റെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും ജനസേവന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരാണ് നിങ്ങളെല്ലാവരും. ഒരു പൈസയെങ്കിലും ഒരു രൂപയെങ്കിലും ജമാഅത്തിന്റെ ഒരു സേവന പ്രവർത്തനത്തിന് നൽകിയിട്ടില്ലാത്ത ആളുകൾ ഈ സദസ്സിൽ ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷേ സേവനത്തിന് അർഹരായിത്തീർന്നവരും ഇവിടെ ഉണ്ടാകാം. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, എന്നാൽ അഹങ്കാരമില്ല. കേരളീയ സമൂഹം ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകത്തെ വിശ്വാസത്തിലെടുക്കുന്നുണ്ട്. സുനാമിക്ക് വേണ്ടി ഒരു ആഹ്വാനം നടത്തിയപ്പോൾ 2,35,00,000 രൂപയാണ് മലയാളി സമൂഹം സുനാമിക്ക് വേണ്ടി ജമാഅത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ചത്. അതിലെ അവസാനത്തെ പൈസയും ആരാണോ സുനാമി ബാധിതരായ ആളുകൾ അവരുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ സ്വന്തം അധ്വാനവും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് വമ്പിച്ച വോള്യത്തിൽ അത് അവരിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്.